LDFിലെ തന്നെ ഒരു ഉയർന്ന നേതാവിൻ്റെ ഭാര്യ, ആ നേതാവും ആ ഭാര്യ രണ്ടുപേരും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാറുണ്ടായിരുന്നു, LDF ഗവൺമെൻറ് എപ്പോൾ ഭരണത്തിൽ വന്നാലും ഭരണം നിർവഹിക്കുന്നത് സഖാക്കളാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ ചെല്ലൂ, സഖാക്കൾ അവിടെ കാണും. നിങ്ങളൊരു കോളേജ് ക്യാമ്പസിൽ ചെല്ലൂ, സഖാക്കളായിരിക്കും അവിടെ ആര് വരണം ആര് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾ പ്ലാനിംഗ് ബോഡി ചെല്ലൂ, അവിടെയും സഖാക്കൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത്ര ദുർഭരണത്തിലേക്ക് LDF പോകുമ്പോൾ ഓർമ്മിക്കുക, ചങ്ങാത്ത മുതലാളിത്തം, ഇവരാണ് അതിൻ്റെ തേരോടിക്കുന്നവർ. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ തേരോടിക്കുന്നത് ഈ പറയപ്പെട്ട CPIM ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ മാർക്സ് ഇപ്പോൾ ഇറങ്ങി വരികയാണെങ്കിൽ CPM കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ ആരെയെങ്കിലും മുഖത്ത് കണ്ടാൽ തെരണ്ടിവാല് കൊണ്ട് അടിക്കും. കാരണം മാർക്സ് പറഞ്ഞ ഐഡിയോളജി എവിടെ കിടക്കുന്നു, ഇവരുടെ ഐഡിയോളജി എവിടെ കിടക്കുന്നു? ഇവരുടെ ഐഡിയോളജി ഇപ്പം എന്താണ്? ഈ ചങ്ങാത്ത മുതലാളിത്തം കാരണം കൊണ്ട് എല്ലാവരും എന്നും പാവപ്പെട്ടവനായിട്ട് സിവിൽ സപ്ലൈസിൽ നിന്ന് റേഷൻ കാർഡ് വഴി കൊടുക്കുന്ന അരിയും സാധനങ്ങളും അതൊക്കെ വിഷം ചീറ്റിയ സാധനങ്ങളാണ്. അത്തരം സാധനങ്ങൾ തിന്ന് പാവപ്പെട്ടവരായി തന്നെ പട്ടിണി പാവങ്ങളായിട്ട് കഴിയണം. അങ്ങനെ പട്ടിണി പാവങ്ങളായിട്ട് കഴിഞ്ഞാലേ നാളെ നിങ്ങൾക്ക് സ്വർഗം എന്ന് പറഞ്ഞൊരു വലിയ സ്വർഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ട് മേടിച്ച് വീണ്ടും വീണ്ടും ഭരണത്തിൽ വരാൻ പറ്റൂ. പാവപ്പെട്ട മനുഷ്യരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മറക്കും, ഗവൺമെന്റ് ദുഷ്ചെയ്തികൾ മറക്കും. ഇപ്പൊ ഈ ദുഷ്ചെയ്തികൾ മറക്കാതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മാർഗമാണല്ലോ PR വർക്ക് എന്ന് പറയുന്നത്. PRD പോരാ, മറ്റ് PR ഏജൻസീസും പോരാ, പുതിയ ഒരു വലിയൊരു PR ഏജൻസി, ബൃഹത്തായ 10-15 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ ഒരു PR ഏജൻസി വീണ്ടും ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്നത്. എന്തിനാണ്? മുഖം മിനുക്കാൻ, ചെയ്ത തെറ്റുകളെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത, ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തീർത്തു എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത. അതിനു വേണ്ടിയാണ് ഈ 3 PR ഏജൻസികളെയും ഉപയോഗിച്ച് ഇത്തരം നിഷ്ഠൂര കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ? നിങ്ങൾ യുക്തിസഹമായി ചിന്തിക്കൂ. നിങ്ങൾ ക്രോണി ക്യാപിറ്റലിസ്റ്റിനും അതിനെ താലോലിച്ചു കൊണ്ടുപോകുന്നവർക്കും സിന്ദാബാദ് വിളിക്കാതെ നേരായ മാർഗത്തിലൂടെ ഒരു നല്ല ഭരണം കിട്ടണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള അനസ്മാരെ സൃഷ്ടിക്കപ്പെടാതിരിക്കാനായിട്ട് ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, സ്കൂൾ തലത്തിലും രാഷ്ട്രീയം ഉണ്ടാകണമെന്ന്. കോടതി എത്രയോ തവണ ഇടപെട്ടു. കോളേജുകളിൽ രാഷ്ട്രീയാടിസ്ഥാനത്തിലല്ല ചെയർമാനും സെക്രട്ടറിയും ഒക്കെ വരേണ്ടത് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിന് ഉദാത്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് കഴിയുമ്പോഴേ വിദേശത്തേക്കുള്ള ഓട്ടം. അതായത് അതിനൊരു കാരണമുണ്ട്, ഇവിടെ തൊഴിലില്ല. ഇപ്പം നമ്മൾ എന്താ വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 35 വർഷം തുടർച്ചയായിട്ട് LDF ഗവൺമെൻറ് ഭരിച്ചതാണ് വെസ്റ്റ് ബംഗാളിനെ. ഇപ്പം അവിടെ അടുപ്പിൽ തീ പുകയണമെങ്കിൽ അവർ കേരളത്തിൽ വന്ന് ഇവിടുത്തെ പണി ചെയ്യണം. അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷേ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു ബംഗാളില്ല പോകാൻ, വേറൊരു സ്ഥലമില്ല പോകാൻ. അപ്പം അവരെന്താ ചെയ്യുന്നത്? ഇവിടെ നിന്നാൽ തൊഴിലുമില്ല ജീവനുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ കേരളം വിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവുമില്ല കേരളത്തിലേക്കാൾ ജീവിക്കാൻ ഗുണമുള്ള സംസ്ഥാനം. അതുകൊണ്ട് അവർ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. അവിടെ അവർ മിക്കവാറും ചെയ്യാൻ പോകുന്നതോ കെയർ ഇക്കോണമിയിലെ ജോലികൾ എന്ന് വെച്ചാൽ ഈ 60 ഒക്കെ കഴിഞ്ഞവരുടെ കിടക്ക വൃത്തിയാക്കുക, അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇത്തരം പണിയാണ് കേട്ടോ ഈ കെയർ ഇക്കോണമിയിലെ പണി എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ, പക്ഷെ അതിനൊക്കെ നല്ല ശമ്പളം കിട്ടുമേ അവിടെ. ശമ്പളവും ജീവിതവും മതിയെന്നുണ്ടെങ്കിൽ, നല്ല ഭക്ഷണവും നല്ല ശമ്പളവും കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ മക്കൾ അങ്ങനെ ജീവിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ മക്കൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അവർ ബുദ്ധിപരമായി പ്രാപ്തിയുള്ളവരാണെങ്കിൽ ആ പ്രാപ്തിക്കനുസരിച്ചുള്ള ജോലി ചെയ്യണം. ബുദ്ധിപരമായിട്ട് പ്രാപ്തി ഇല്ലാത്തവരാണെങ്കിൽ അവർ കെയർ ഇക്കോണമി ജോലി ചെയ്യുന്നതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളുടെ പ്രാപ്തി അനുസരിച്ചുള്ള ജോലിയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കെയർ ഇക്കോണമി പോയി കിടന്ന് പണിയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാകണം, ക്വാളിറ്റി ഹെൽത്ത് കെയർ ഉണ്ടാകണം, വ്യവസായങ്ങൾ ഉണ്ടാകണം, ഇവിടെ ജീവിതം പച്ച പിടിക്കണം, നമ്മുടെ GSDP ഉയരണം. അതിനൊക്കെ നാം ഇത്തരം ഗവൺമെൻറ്റുകളോട് പറയണം,
നിങ്ങളുടെ ഈ നയം മാറ്റിവെച്ചുകൊള്ളൂ, ഈ ചങ്ങാത്ത മുതലാളിത്തം മാറ്റിവെച്ചുകൊള്ളൂ. നിങ്ങൾ ഈ സംസ്ഥാനത്തെ സ്നേഹിക്കൂ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കൂ എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. അത് LDF ആകട്ടെ, UDF ആകട്ടെ.